നമസ്കാരം. വിചാരസാഗര മഥനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനസ്സ് എന്നാൽ എന്താണ്? മനസ്സിൻ്റെ വിചാരധാരകൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ചിന്തകൾ തന്നെ ഉണ്ടാവുകയാണോ അതോ ഞാൻ സൃഷ്ടിക്കുകയാണോ? ചിന്തകളെ മാറ്റുന്നതിലൂടെ എനിക്ക് എങ്ങനെ ജീവിതത്തിനെ മാറ്റാൻ സാധിക്കും? ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? സന്തോഷം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കണം? ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ അതിനെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? അതിനുള്ള മാർഗം എന്താണ്? ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന ആഗോള പ്രസ്ഥാനം, രാജയോഗം, ഈശ്വരീയ ജ്ഞാനം എന്നീ രണ്ട് മാധ്യമങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളെ പരിവർത്തനപ്പെടുത്തുന്ന സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിശ്വവിദ്യാലയത്തിൽ നിന്ന് ശ്രേഷ്ഠമായ ജ്ഞാനയോഗ തപസ്സിൻ്റെ ബലവുമായി നമ്മുടെ കൂടെ ബ്രഹ്മകുമാർ രാജയോഗി സുരേന്ദ്രൻ ഭായിജിയുണ്ട്. ഭായിജി വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഭായിജി, എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ആത്മീയ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം പുതിയ ഉൾക്കാഴ്ചകൾ നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ തന്നെ എൻ്റെ ചിന്തകളുടെ കൺട്രോൾ എടുക്കണം. വളരെയധികം ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ഇത് പരിശീലിച്ച് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രഭാവം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ, നമുക്കിഷ്ടപ്പെടാത്ത രീതിയിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഒരു സെക്കൻഡ് നിന്ന് ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ രൂക്ഷമായി പ്രതികരിക്കണോ അതോ ശാന്തമായിരിക്കണോ? ഈ ഒരു ചിന്ത വരാനുള്ള ഒരു ഗ്യാപ്പ് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചതുപോലെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ ധ്യാനം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും നമുക്ക് ഒന്നുകൂടി അതിലേക്ക് ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങണം. കാരണം ഏത് വഴിയിലൂടെ പോയാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാപ്തി ഉണ്ടാകുന്നത്? അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ഏതൊക്കെ രീതിയിൽ സഹായിക്കുന്നു? പ്രാർത്ഥന, ധ്യാനം ഇത് രണ്ടാണ്. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, പ്രേ. അത് നമ്മുടെ വിഷമതകൾ മാറ്റണേ ദൈവമേ, സുഖം തരണേ. പിന്നെ പല കാര്യസാധ്യതകൾക്ക് വേണ്ടി നമ്മൾ ഒരു റിക്വസ്റ്റ് പുട്ടപ്പ് ചെയ്യുകയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ധ്യാനത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നമ്മളിൽ ശ്രദ്ധ വയ്ക്കുകയാണ്. അതിന് പറയുന്നത് എൻ്റെ വിചാരധാരകളിൽ എനിക്ക് ഒരു പ്രത്യേക അറ്റൻഷൻ, ശ്രദ്ധ. ഞങ്ങൾ ബ്രഹ്മകുമാരീസിൽ രാജയോഗ മെഡിറ്റേഷൻ എന്നുള്ള ഒരു ധ്യാന മുറ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ജ്ഞാനം, അറിവ് എന്ന് വെച്ചിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഞാൻ ആരാണെന്നുള്ള അറിവ്. അപ്പം ഞാൻ ആരാണെന്നുള്ള അറിവുണ്ടാകുമ്പോഴത്തേക്ക് പിന്നെ എന്നിലുള്ള ശക്തികൾ എന്തെല്ലാമാണ്, എന്നിലുള്ള വിശേഷതകൾ എന്തെല്ലാമാണ്, എനിക്കെന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള അറിവ്. ഈ അറിവ് നമുക്കുണ്ടാകുമ്പോഴത്തേക്ക് അറിവിൻ്റെ ആധാരത്തിൽ നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ ഈ ധ്യാനം ചെയ്യാൻ ഈ അറിവ് അടിസ്ഥാനപരമായിട്ടുണ്ടാകണം എന്നതാണ്. ഈ ജ്ഞാനം ഇല്ലെങ്കിൽ, ശരിയായ രീതിയിൽ നമ്മൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും ചെയ്യുന്നത് മെഡിറ്റേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ചില ആളുകൾ എന്താണ് ചെയ്യുന്നത്? ഒരു പുഷ്പം വെച്ചിട്ട് അതിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറയും. അതും അവർ മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചുവരിൽ ഒരു പോയിൻ്റ് ഇട്ടിട്ട് പറയും നിങ്ങൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറയും. അതും മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിവിടെ പറയും നിങ്ങൾ ഹൃദയത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അത് മെഡിറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ചിലയിടത്ത് ഇങ്ങനെ നോക്കുന്ന പരിപാടിയുണ്ട്, ചിലയിടത്ത് പിന്നെ എന്താണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കണ്ണടച്ചുകൊണ്ട് ദൈവത്തിനെ ധ്യാനിക്കുക എന്ന് പറയുന്നു, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ചിരുന്നാൽ നമ്മൾ
ഇപ്പോൾ ധ്യാനം എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പ്രെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെക്കാളും ഉയർന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ നമ്മളെക്കാളും ഉയർന്ന ശക്തി ആരാണ്, ആ ശക്തിയുടെ വ്യക്തിത്വം എന്തുവാണ്, ആ ശക്തിയെ എന്തിന് നമ്മൾ ധ്യാനിക്കണം, അങ്ങനെ ധ്യാനിച്ചാൽ നമുക്ക് എന്ത് ഫലമുണ്ടാകും എന്നുള്ളതിനെപ്പറ്റി ഉള്ള അറിവ് നമുക്കില്ല. ഇവിടെ വീണ്ടും ഒരു സംശയം വരികയാണ്. അതായത് ഇപ്പോൾ നമ്മളെക്കാൾ ഉയർന്ന ഒരു ശക്തി എന്ന് പറഞ്ഞപ്പോൾ ധ്യാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന ഒരു ശക്തിയിൽ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണോ, അതോ അല്ലെങ്കിലും ധ്യാനം ചെയ്യാമോ എന്നുള്ളൊരു സംശയം നമ്മൾ ഒരു സ്റ്റേജിൽ നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഒരു മെഡിറ്റേഷൻ എന്നിലുള്ള വിശേഷതകളെപ്പറ്റി എനിക്ക് ധ്യാനം ചെയ്യാൻ സാധിക്കും, അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. പക്ഷേ മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മൾ സമ്പൂർണ്ണമാക്കണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ യോഗ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരു സത്തയുടെ ആവശ്യമുണ്ട്. കാരണം ഇത് രണ്ടുമിൻ്റെയും കോൺടാക്റ്റിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് മെഡിറ്റേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരു സ്റ്റെപ്പായേ ഉള്ളൂ. അതിന് പറയുന്നത് നമ്മൾ ആത്മബോധത്തിലേക്ക് ഇറങ്ങുമെന്നാണ് പറയുന്നത്. നമ്മൾ ആത്മാഭിമാനി ആയതിന് ശേഷം അപ്പോഴെന്താണ് സംഭവിക്കുന്നത്, ഞാൻ ഈ ശരീരത്തിൽ നിന്ന് വെളിയിലിറങ്ങുകയാണ് എന്ന് വെച്ചാൽ എൻ്റെ എനർജി, കാരണം ഞാനൊരു എനർജിയാണ്, അപ്പോൾ എനർജി അങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. എപ്പോഴാണ് ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ എനർജി ഫ്ലോ തുടങ്ങും. എനർജി ഫ്ലോ, എൻ്റെ എനർജിയെ കണക്ട് ചെയ്യുന്ന മാധ്യമമാണ് എൻ്റെ സങ്കല്പങ്ങൾ. അപ്പോൾ അതിനുശേഷം ഞാൻ ഈശ്വരനെ പറ്റി ഓർമ്മിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ആ ശക്തിയുമായിട്ട് ബന്ധപ്പെടുകയാണ്, കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്നിലേക്ക് ആ ശക്തിയിൽ നിന്ന് ഫ്ലോ ശക്തി ഉണ്ടാവും. ആ ശക്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇലക്ട്രിക്കൽ പവറോ ഇല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജിയൊന്നുമല്ല. ആ ശക്തി വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ ശക്തിയാണ് ഫ്ലോ ആകുന്നത്, അല്ലെങ്കിൽ ശാന്തിയുടെ ശക്തിയായിരിക്കും ഫ്ലോ ആകുന്നത്. കാരണം ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ശാന്തിയുടെ സാഗരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ശാന്തിക്ക് വേണ്ടി ഈശ്വരനെയാണ് ഓർമ്മിക്കുന്നത്, മനുഷ്യരെ ഓർമ്മിക്കാറില്ല. പിന്നെ നമുക്ക് സുഖത്തിന് വേണ്ടി ഈശ്വരനെയാണ് ഓർമ്മിക്കുന്നത്, നമ്മൾ മനുഷ്യരെ ഓർമ്മിക്കാറില്ല. കാരണം ഈശ്വരൻ ആണ് ഈ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം ഉറവിടം. അപ്പോൾ ആ ഉറവിടത്തിനോട് നമ്മളങ്ങനെ കണക്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളിലേക്ക് ആ ശക്തികൾ ഫ്ലോ ആവും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ശക്തികൾ ഇതാണ്. പക്ഷേ ഇപ്പോൾ പലരും പറയാറുണ്ട്, ഇപ്പോൾ ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ലോകത്തിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള അധാർമികമായിട്ടുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ചൂഷണങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഈശ്വരൻ എന്നുള്ള ഒരു ശക്തിയെക്കുറിച്ച് തന്നെ ഉള്ള ഒരു ഈശ്വരൻ്റെ എന്ത് അസ്തിത്വമാണുള്ളത്, അല്ലെങ്കിൽ ഈശ്വരനുണ്ടോ എന്ന് തന്നെ ഉള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഭായിജി പറഞ്ഞ പോലെ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുക, അപ്പോൾ അതെങ്ങനെ നമുക്ക് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവും? അത് ദൈവം ഇല്ലയെന്ന് പറയുന്നത് ആളുകൾ രണ്ട് തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാണ്. ഒന്ന് സംസാരിക്കുന്നത്, ഒന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് മോഷ്ടിക്കുന്നത് കാണുമ്പോഴത്തേക്ക് പറയണം ഇതെന്തോ സംഭവം ഇത്. അപ്പോൾ ആളുകളെ വിശ്വസിക്കാൻ ഒക്കാത്ത ഉള്ള ഒരു തരത്തിലുള്ള ജീവിത ശൈലി നമ്മളിൽ ഉണ്ടാകുന്നു. അതുപോലെ പലതരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്ന, ഈ ലോകത്ത് ദൈവമില്ലേ, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് പണിഷ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സംശയത്തിൽ വരെയാണ്. പക്ഷേ വാസ്തവത്തിൽ മറ്റൊരു ഡയമെൻഷൻ ഓഫ് ലൈഫ് നമ്മൾ നോക്കുന്നില്ല. ഇവിടെ നമുക്കെല്ലാവർക്കും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിരുന്നാലും അതിൻ്റെ റിട്ടേൺസ് ചെയ്യുന്ന ആളിനാണ് കിട്ടുന്നത്. അത് മറ്റൊരു ഭാഗമാണ്. എന്നുവെച്ചാൽ കർമ്മവും കർമ്മഫലം എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതം ഗവർൺ ചെയ്യുന്നത് ദി ലോ ഓഫ് കർമ്മ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർ ഈ കർമ്മം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എല്ലാവർക്കും ചോയ്സ് ഉണ്ട്. പിന്നെ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ കൊടുത്തിട്ടുണ്ട്.
വിവേചന ശക്തി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തെറ്റ് വേണമെങ്കിൽ തെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ദോഷങ്ങൾ ചെയ്യാം, ചെയ്തിട്ട് വേണമെങ്കിൽ അതിൽ ദുഃഖിതരാകാനുള്ള ചോയ്സുണ്ട്. മറ്റൊരു ഭാഗത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് സന്തോഷിച്ച് ജീവിക്കാനുള്ള ചോയ്സും ഉണ്ട്. ഓരോരുത്തർക്കും ഈ ചോയ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചോയ്സിൽ നമുക്ക് എന്താണ് ചോയ്സ്? എനിക്ക് ദുഃഖിക്കണോ അതേ സുഖമായിട്ട് ജീവിക്കണോ എന്നുള്ള ടോട്ടൽ ചോയ്സ് നമുക്കെല്ലാവർക്കും ഉണ്ട്. അവിടെ ദൈവം ഇൻ്റർഫിയർ ആകുന്ന പ്രശ്നമേ ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഓപ്പൺ ഗ്രൗണ്ട്. കർമ്മക്ഷേത്രമാണിത്. കർമ്മക്ഷേത്രത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈശ്വരൻ അതിൽ നേരിട്ട് ഇടപെടുന്നില്ല? നേരിട്ട് ഇടപെടേണ്ട കാര്യമില്ല. കാരണം ഇറ്റ് ഈസ് എ സിസ്റ്റം, ഒരു നിയമമാണ്. അതുപോലെ പ്രകൃതി നിയമം അതുപോലെ കർമ്മത്തിൻ്റെ നിയമമാണ്. ആ നിയമം അതുപോലെ അത് ഓപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ നിയമം കൂടെ ഈ ധ്യാനം ചെയ്യുന്നവർക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ജ്ഞാനം എന്ന് പറഞ്ഞില്ലേ, ജ്ഞാനം അതിനുശേഷം ധ്യാനം എന്ന് പറയുമ്പോഴത്തേക്ക് ജ്ഞാനത്തിൽ ഇതും കൂടെ ഉൾപ്പെടുന്നുണ്ട്. എന്തിനെന്ന് വെച്ചിരുന്നാൽ, ഒന്ന് നമ്മൾ തെറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്ത്, ദാറ്റ് ഈസ് ഗുഡ്. കാരണം അതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്ത്. പക്ഷേ നമ്മൾ മുമ്പോട്ട് സത്കർമ്മം എന്താണ് ചെയ്യേണ്ടത് അതും കൂടെ വേണം. നമ്മൾ മറ്റുള്ളവരെ ദോഷപ്പെടുന്നിരുന്നില്ല, പക്ഷേ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നുണ്ടോ? മറ്റൊരു ഡയമെൻഷനാണ്. നമ്മൾ എന്തായിരുന്നാലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല, പക്ഷേ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ചിരുന്നാൽ എൻ്റെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവും. അതിൽ മറ്റൊരു ഭാഗം പിന്നെ എന്താണെന്ന് വെച്ചിരുന്നാൽ, സത്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശക്തിയും എനിക്ക് കിട്ടും ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക്. അതാണ് മറ്റൊരു ഭാഗം. ധ്യാനത്തിൽ കൂടെ എന്താണ് ശക്തി കിട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ എൻ്റെ വിൽ പവർ വർദ്ധിക്കും, ആത്മബലം വർദ്ധിക്കും. നമ്മൾ പറയാറില്ലേ, എനിക്ക് ഈ സ്വഭാവ ദൂഷ്യമുണ്ട്, എനിക്കിതിനെ വിടണമെന്നുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് ഒക്കണില്ല ബ്രദർ എന്നാണ് പറയുന്നത്. പലരും ധാരാളം പേര് അങ്ങനെ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഒക്കണില്ല കേട്ടോ. അപ്പോൾ ഈ അങ്ങനെയുള്ള ഒരു മോശമായ ശീലം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് അപ്പോൾ ഈ ധ്യാനം പരിശീലിക്കുന്നതിലൂടെ ആ ശക്തി ഉണ്ടാവുമെന്നാണ്? തീർച്ചയായിട്ടും ആൾ രക്ഷപ്പെടും, പ്രൊവൈഡഡ് ഇത് ആ ആൾ പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ. നമുക്കിപ്പോൾ ഒരാളിന് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ചോദിച്ചാൽ വെള്ളം എടുത്ത് കൊടുക്കാം. കുടിക്കാൻ ശ്രമിക്കേണ്ടത് ആ ആൾ തന്നെ ചെയ്തേ പറ്റൂ, അല്ലേ? അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വഴി നമ്മൾ കാട്ടിക്കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈ ദുർസ്വഭാവത്തിൽ നിന്ന് മുക്തരാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ബ്രഹ്മകുമാരീസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് രക്ഷപ്പെട്ടിട്ടുള്ളവരുണ്ട്. അത് ലിവിങ് എക്സാമ്പിൾസ്. അതുകൊണ്ടാണ് ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്റേഴ്സ് ലോകം ഒട്ടാകെ ദിവസവും സ്ഥാപിച്ചുകൊണ്ട് പോവുകയാണ്. ദിവസവും. കാരണം ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യം ഇപ്പോൾ വളരെ താല്പര്യമുള്ളതാണ്. അതാണ് കൂടുതൽ അക്സെപ്റ്റൻസ് വരികയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും നല്ല പ്രവൃത്തികളിലേക്ക് മുന്നേറുന്നതിനും വേണ്ടിയുള്ള ആസക്തി ആളുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് അപാരമായിട്ടുള്ള ബെനഫിറ്റ് ഇതിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ ഒരു വാക്ക് പറഞ്ഞില്ല, ഇപ്പം ധ്യാനം, മെഡിറ്റേഷൻ, പിന്നെ യോഗം. അപ്പോൾ ഈ പല വാക്കുകളുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സാധാരണ ഒരു വ്യക്തിക്ക് ധ്യാനം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ധ്യാനം എന്ന് വെച്ചിരുന്നാലും മെഡിറ്റേഷനാണ്, യോഗം എന്ന് വെച്ചിരുന്നാലും മെഡിറ്റേഷൻ. പക്ഷെ നമ്മൾ യോഗം എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ യോഗാസനങ്ങളും മെഡിറ്റേഷനുമായിട്ട് മിക്സ് ചെയ്യുക. തീർച്ചയായിട്ടും. അപ്പോൾ അത് യോഗ ആസനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ എക്സർസൈസിനെയാണ് പറയുന്നത്. യോഗം എന്ന് പറയുമ്പോൾ രാജയോഗം എന്നാണ് ഞങ്ങൾ പറയുന്നത്. നമ്മുടെ മെഡിറ്റേഷന് രാജയോഗം. രാജയോഗം എന്ന് വെച്ചിരുന്നാൽ ഇത് സർവശ്രേഷ്ഠമായിട്ടുള്ള ധ്യാനമാണ്. ഇവിടെ ഈ ധ്യാനം ഈശ്വരനിലേക്കുള്ളതാണ്, ഈശ്വര ധ്യാനമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചിരുന്നാൽ നോട്ട് ഓൺലി എൻ്റെ മാത്രം പരിചയമല്ല, ഇതിനോടൊപ്പം ഈശ്വരൻ ആരാണെന്നുള്ള സ്പഷ്ടമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ മുമ്പിൽ ഉണ്ടാകണം. അതും കൂടെ ചേർന്നാണ് ജ്ഞാനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ധ്യാനം ചെയ്യുമ്പോൾ ധ്യാനം ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലേ, സാധാരണ അങ്ങനെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഒരു തവണ ധ്യാനത്തിന് പോയപ്പോൾ ഒരു മെഴുകുതിരിയുടെ നാളം, അപ്പോൾ മെഴുകുതിരി നാളത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, അപ്പോൾ ധ്യാന വസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാജയോഗം എന്ന് പറയുന്നതിൽ ധ്യാന വസ്തു ഈശ്വരനാണ്
ഇത് ആ ഓബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ മറ്റൊരു വിശേഷത എന്തെന്ന് വെച്ചിരുന്നാൽ, ഞാനും ഒരു ലിവിങ് ബീയിങ് ആണ്, ഈശ്വരനും ഒരു ലിവിങ് ബീയിങ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പരസ്പര ബന്ധമുണ്ട്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം പങ്കുവയ്ക്കുന്ന ആരോടാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ളത് മനുഷ്യരോടത് പങ്കുവയ്ക്കില്ല. അങ്ങനെയുള്ള കാര്യം പോലും പങ്കുവയ്ക്കുന്ന ആരോടൊപ്പമാണ്? ഈശ്വരനോട്, ദൈവത്തിനോടാണല്ലേ. അപ്പം തീർച്ചയായിട്ടും എനിക്കൊരു ഈശ്വര വിശ്വാസം കൂടിയേ തീരൂ. ഈശ്വര വിശ്വാസം എന്ന് വെച്ചാൽ അതൊരു സത്യമാണല്ലോ. ഈശ്വര വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു സത്യമാണല്ലോ. ഈശ്വരൻ്റെ അസ്തിത്വം എന്നുള്ളത് ഒരു പരമസത്യമാണ്. അപ്പം എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ആ ഈശ്വരനുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വെച്ചിരുന്നാൽ എനിക്ക് ഏറ്റവും അടുത്ത ആളാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. രാത്രി എനിക്കെന്തെങ്കിലും വിഷമത ഉണ്ടാകുന്നു, ആളുകളാരുമില്ല. ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത്? ഞാൻ ഈശ്വരനെയാണ് ആശ്രയിക്കുന്നത്. ദൈവമേ, എന്നെ കാത്തു രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഒരു സോലസ്, ഒരാശ്രയം ഈശ്വരനാണ്. എന്തെന്ന് വെച്ചിരുന്നാൽ, ഞാൻ ആത്മാവ്, എൻ്റെ അച്ഛൻ ഈശ്വരനാണ്. ഈശ്വരനും വാസ്തവത്തിൽ ഒരു പരം ജ്യോതി സ്വരൂപമാണ്, ഒരു എനർജി സോഴ്സാണ്, പരമ എനർജി സോഴ്സ്, അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ബുദ്ധിമാന്മാരുടെ ബുദ്ധി. അങ്ങനെയുള്ള ഒരു പരമശക്തി ഈ സൃഷ്ടിയിലുണ്ട്. ആ ശക്തി വാസ്തവത്തിൽ എൻ്റെ അച്ഛനാണ് എന്നുള്ള ബോധം. കാരണം ഞാനും ഒരു എനർജിയാണ്, ആത്മാവ്. പക്ഷേ നമ്മൾ ശരീരത്തിൽ വരുമ്പോഴത്തേക്ക് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനെ പരിഗണിക്കുന്നു, അതുപോലെ നമ്മൾ നോക്കുന്നു. അങ്ങനെ ആ ഒരു കോൺഷ്യസ്നെസ് നമ്മൾ ഡെവലപ്പായി കൊണ്ടുപോവുകയാണ്. വാസ്തവത്തിൽ നമ്മൾ ജീവിതത്തിൻ്റെ ആ അടിത്തട്ടിൽ ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ആൻ ഇൻ്റർപ്ലേ ഓഫ് മാറ്റർ ആൻഡ് എനർജി. ഭൗതിക വസ്തുവും ശരീരം, എനർജി ആത്മാവ്, രണ്ടിൻ്റെയും ഒരു ഇൻ്റർപ്ലേ ആണ് ലൈഫ്. അതിൽ ഞാൻ ഭൗതിക വസ്തുവല്ല, ആത്മീയ ഊർജമാണ്. ഈ തിരിച്ചറിവാണ് ശരിക്കും ധ്യാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ റിലേഷൻഷിപ്പ്. ഇപ്പോൾ നമ്മുടെ ലൗകിക ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കളെ ഓർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരിക്കലും കണ്ണടച്ചുകൊണ്ടിരിക്കില്ല. ഇപ്പോൾ എൻ്റെ അച്ഛനുണ്ട്. വാസ്തവത്തിൽ എൻ്റെ അച്ഛനെന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ അച്ഛനാണ്. ഞാൻ ആത്മാവാണ്, എൻ്റെ അച്ഛൻ ഈശ്വരനാണ് എന്നുള്ള ബോധം. ഇത് ഒരു പുതിയ കാഴ്ചപ്പാട് എനിക്ക് വരികയാണ്, ദാറ്റ് പെർസെപ്ഷൻ. അപ്പോൾ എൻ്റെ ഈ ലൗകിക ജീവിതത്തിലുള്ള അച്ഛനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ പത്മാസനത്തിലിരിക്കണോ? ആരെങ്കിലും ഇരിക്കുമോ? ആരെങ്കിലും പറയുമോ ഞാൻ ഒത്തിരി എൻ്റെ അച്ഛനെ ഒന്ന് ഓർമ്മിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുമോ? ഇരിക്കില്ല. ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സാണ്. അച്ഛനെ ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ഓർമ്മിക്കുകയാണ്. അവിടെ നമ്മൾ കണ്ണടയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇത് പറഞ്ഞല്ലോ, ഇപ്പോൾ ഈശ്വരൻ എൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ ഈ പാടുന്ന പോലെ ഇല്ലേ അച്ഛനും അമ്മയും ആണ് എന്ന് എനിക്ക് അതെന്തുകൊണ്ട് എനിക്ക് ആ ഫീലിംഗ്, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈശ്വരൻ എൻ്റെ അച്ഛനും അമ്മയുമാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തുകൊണ്ടാ തോന്നാത്തത്? എന്തെന്ന് വെച്ചാൽ ഞാൻ ശരീരബോധത്തിലാണ്. ബോധത്തിലാകുമ്പോഴത്തേക്ക് എൻ്റെ ബോധം അവിടെ അടയ്ക്കുകയാണ്, യഥാർത്ഥമായിട്ടുള്ള ബോധത്തെ അടച്ചു കളയാണ്. അപ്പോൾ ശരീരബോധത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് ശരീരധാരികളുടെ ഓർമ്മയാണ് നമുക്ക് വരുന്നത്. ശരീരധാരികളുടെ ഓർമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ അച്ഛനെ അമ്മയാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഞാൻ ശരീരത്തിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛനെ അമ്മയെ ഞാൻ ഓർമ്മിക്കാൻ തുടങ്ങും. അത് ഈസ് എ നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ സ്മൃതി പരിവർത്തനമായി തീരുമ്പോഴത്തേക്ക് മറ്റ് സ്മൃതികൾ വരാൻ തുടങ്ങുകയാണ്. സ്മൃതികളിൽ നിന്ന് സ്മൃതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഓർമ്മകളിൽ നിന്ന് ഓർമ്മകൾ ജനിക്കുകയാണ്. അപ്പോൾ ആ ഓർമ്മ, ഞാൻ ആത്മാവണെന്നുള്ള ഓർമ്മ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈശ്വരൻ്റെ ഓർമ്മ എനിക്ക് വരും. ഓർമ്മ എന്ന് വെച്ചാൽ സ്മൃതിയാണത്. അതാണ് ധ്യാനം. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാനൊരു ധ്യാനാവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാജയോഗം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈശ്വരനിലേക്കുള്ള ഒരു സങ്കല്പങ്ങളുടെ യാത്രയാണ്, ഓർമ്മയുടെ യാത്ര. ഇതിന് നമ്മൾ പറയാൻ വേണമെങ്കിൽ ഓർമ്മയുടെ ഒരു യാത്രയാണ്. അപ്പോൾ ഈ യാത്ര പോകുമ്പോഴത്തേക്ക് ഇതിന് യാതൊരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്കിപ്പോൾ
മൊബൈൽ സിഗ്നൽസ് വരുന്നത്. അതിനൊരു കരിയർ വേണം, എങ്കിലേ അതിവിടെ വരുള്ളൂ. അതുപോലെ നമ്മുടെ TV സിഗ്നൽസ് ഉണ്ട്, അതിനൊരു കരിയർ വേണം. പക്ഷേ എൻ്റെ സങ്കല്പങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് കരിയറിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ചൈതന്യമായിട്ടുള്ള ഒരു ശക്തിയാണ്. ഇത് ഇലക്ട്രിക്കൽ എനർജിയോ ന്യൂക്ലിയർ എനർജിയോ മറ്റ് എനർജിയോ ഒന്നുമല്ല, ഇവിടുത്തെ ഭൗതികമായിട്ടുള്ള എനർജിയല്ല, ഇതിൽ നിന്ന് അതീതമായിട്ടുള്ള ഈ എനർജികളെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ള എനർജിയാണിത്. ഇത് ചൈതന്യം എന്ന് പറയും. ചൈതന്യ എനർജി ആയതുകൊണ്ട് ഇതിന് കരിയറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് ആവശ്യം എന്തെന്ന് വെച്ചാൽ ഞാൻ ഓർമ്മിച്ചാൽ മാത്രം മതി, ഇതങ്ങ് ട്രാവൽ ചെയ്യും. ഇതിന് പറയുന്നത് ആത്മീയ യാത്ര, ഇല്ലെങ്കിൽ ഇതൊരു തീർത്ഥയാത്രയാണ്, വലിയൊരു തീർത്ഥയാത്രയാണ്. പക്ഷേ ഇതിൽ ആന്തരികമായിട്ടുള്ള ആ അറ്റൻഷൻ, അവയർനെസ്, ഒന്ന് അവയർനെസ്, രണ്ടാമത്തത് അറ്റൻഷൻ, ഇത് രണ്ടും വേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഉള്ളപ്പോഴത്തെ എന്താണ് സംഭവിക്കുന്നത്? ഏകാഗ്രചിത്തത വരാൻ തുടങ്ങും. കാരണം ഞാൻ എന്നെ അവയർനെസ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് കാര്യത്തിൻ്റെ അവയർനെസ്, ഏതിലുള്ള അറ്റൻഷൻ? ഒന്ന് എൻ്റെ സങ്കല്പങ്ങളെ തിരിച്ചു വിടാനുള്ള അവയർനെസ്, അതിന് ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. സങ്കല്പങ്ങളെ തിരിച്ചു വിടുന്നത് മാത്രമല്ല, ഈശ്വരൻ്റെ അസ്തിത്വത്തെ പറ്റിയുള്ള അവയർനെസ്സും കൂടെ ഉണ്ടായിരിക്കണം. ഞാനും എൻ്റെ അസ്തിത്വമുണ്ട്, അതുപോലെ ഈശ്വരൻ്റെ അസ്തിത്വമുണ്ട്. ഇത് രണ്ടിൻ്റെയും അസ്തിത്വത്തിനെ പറ്റിയുള്ള ഒരു അവയർനെസ്, അറിവ്, ബോധം. അപ്പോൾ ആ ബോധത്തിൽ ഞാനിങ്ങനെ ആ സ്മൃതിയിലേക്ക് അല്ലെങ്കിൽ ആ ഓർമ്മയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. എന്നുവെച്ചാൽ ഇതൊരു ചൈതന്യ യാത്രയാണ്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നിൽ പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു യാത്ര, ഇപ്പം നമ്മൾ ഈശ്വരനെ ദർശിക്കാൻ അല്ലെങ്കിൽ ഈശ്വരനുമായി ബന്ധപ്പെടാനുള്ള ഈ യാത്ര, അത് നമ്മൾ അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഇത് ചെയ്യണമെങ്കിൽ ഇതിനെന്ത് ചെയ്യാൻ സാധിക്കും? ഇത് ചെയ്യുന്നതിന് ഇപ്പോൾ സാധാരണക്കാരായിരുന്നാലും ദിവസവും ക്ഷേത്രത്തിൽ പോകും, അല്ലെങ്കിൽ വീട്ടിലൊരു പൂജാമുറി ഉണ്ടായിരിക്കും, അവിടെ വിളക്ക് കൊളുത്തും, അവിടെ ഒരു 5 മിനിറ്റ് നിൽക്കും. ആ സമയത്ത് ഈ അറിവോടുകൂടി ആ പരമശക്തിയെ ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടുണ്ടാകുന്നത് എന്തെന്ന് വെച്ചിരുന്നാൽ, ഒന്ന് എൻ്റെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങും. രണ്ടാമത്തത്, എൻ്റെ ഉള്ളിൽ ശാന്തിയുടെ പ്രവാഹം ഉണ്ടാകും, എൻ്റെ സമാധാനം വർദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ സമാധാനം വർദ്ധിക്കുമ്പോഴത്തേക്ക് ഞാൻ എടുത്ത് ചാടി ഒന്നും ചെയ്യില്ല. ഞാൻ ചിന്തിച്ച് അതിൻ്റെ പരിണാമം മനസ്സിലാക്കിയിട്ട് പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതൊക്കെയായിട്ട് മാറ്റങ്ങളുണ്ടാകും. ആദ്യം തുടക്കത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ പ്രാക്ടീസ് നമുക്ക് അത്രയും ആത്മനിയന്ത്രണം നമുക്ക് വേണ്ടത് അതാണ്. ആദ്യമായിട്ട് വേണ്ടത് അതാണ്. ആത്മനിയന്ത്രണം വന്നു കഴിയുമ്പോഴത്തേക്ക് ബാഹ്യമായിട്ടുള്ള പരിസ്ഥിതിയെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവും. തീർച്ചയായിട്ടും ഇത് വളരെ ഏറ്റവും അമൂല്യമായ അറിവുകളിലൊന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. കാരണം മനുഷ്യനെ തൻ്റെ മനസ്സിനെ എവിടെ വെക്കണം, എങ്ങനെ ശക്തികൾ ആർജിക്കണം. അപ്പോൾ ഈ ധ്യാനം യഥാർത്ഥത്തിൽ ഈശ്വരോന്മുഖം തന്നെയാണ്. ഈശ്വരനുമായിട്ടുള്ള മാനസിക ബന്ധത്തെ ധ്യാനം എന്ന് പറയുന്നു. അതിലൂടെ ഈശ്വരനിൽ നിന്നുള്ള ശക്തികൾ, മറ്റേതെല്ലാം ധാരാളം രീതികളുണ്ടെങ്കിലും അത് ഏകാഗ്രതയ്ക്കും മറ്റ് ലക്ഷ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണെങ്കിൽ ഈശ്വരോന്മുഖമായ ധ്യാനം മനുഷ്യനെ എല്ലാ ശക്തികളും നേടാൻ പ്രാപ്തനാക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ആത്മീയ യാത്രയിൽ ഇത് നമുക്ക് വളരെ വലിയൊരു അറിവാണ്. ധ്യാനം നമുക്ക് നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഈ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ധ്യാനം നമ്മളെ പല ആപത്തുകളിൽ നിന്നും രക്ഷിക്കും. എടുത്തുചാടി കർമ്മം ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയേക്കാൾ ഉയർന്ന പടിയായിട്ടുള്ള ധ്യാനത്തിലേക്ക് നമുക്കിനിയും കടന്നു ചെല്ലേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് ഇനിയൊരു ദിവസം നമുക്ക് കടന്നു ചെല്ലാം. ഇപ്പോൾ ഇത്രയും ആഴമേറിയ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകിയ സുരേന്ദ്രൻ ഭായിജിക്ക് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. വീണ്ടും നമ്മൾ ഈ യാത്രയിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം സംശയങ്ങൾ തോന്നുന്നുവോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണോ, തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448, ഇമെയിൽ അഡ്രസ് shivajyothimedia@gmail.com.